നമസ്കാരം, ഞാൻ ബെന്നി കോച്ചേരി. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ മദ്യവിൽപ്പനശാലയിൽ നിന്ന് വാങ്ങിയ ബിയറിൽ മാലിന്യം. സംഭവം കുറവലങ്ങാട്ട്. രാഷ്ട്രീയ ശക്തി വിളിച്ചോതി കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം ജില്ലാ ക്യാമ്പ്. ക്യാമ്പിന് ആതിഥ്യമരുളിയത് കുറവലങ്ങാട്. കുറവലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിൽ അപകട ഭീഷണി ഉയർത്തി ഒടിഞ്ഞ മയിൽക്കുറ്റി. കാൽനട യാത്രക്കാരും വാഹനങ്ങളും ദിവസേന അപകടത്തിൽപ്പെടുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യം കവരാൻ ആർക്കും ലക്ഷ്യമില്ലെന്ന് മോൻസ് ജോസഫ് MLA. കുറവലങ്ങാട്ട് സർക്കാർ മദ്യവിൽപ്പനശാലയിൽ നിന്ന് വാങ്ങിയ ബിയറിൽ മാലിന്യം കണ്ടെത്തി. 2012 ജൂലൈ 10 എന്ന തീയതി രേഖപ്പെടുത്തിയിരിക്കുന്ന കുപ്പിയിൽ BR നമ്പറായി 456 എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലിഞ്ഞ കടലാസ് കണക്കെയുള്ള വസ്തുക്കളാണ് ബിയറിൽ കണ്ടെത്തിയിട്ടുള്ളത്. സംസ്ഥാന ബീവറേജസ് കോർപ്പറേഷന്റെ കുറവലങ്ങാട്ടെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ ബിയറിലാണ് മാലിന്യങ്ങൾ കണ്ടെത്തിയത്. കോഴ സ്വദേശികളായ യുവാക്കൾ വാങ്ങിയ ബിയറിലാണ് മാലിന്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. 60 രൂപ നൽകി ബിയർ വാങ്ങിയതായും ഉള്ള ബില്ലിൽ ബിയറിന്റെ ബാച്ച് നമ്പറും തുറവിവരങ്ങളും പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചയോടെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ ബിയറിലാണ് മാലിന്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. കടലാസു കണക്കെയുള്ള മാലിന്യങ്ങളാണ് ബിയറിൽ നുരഞ്ഞു പൊന്തിയിരിക്കുന്നത്. ഓണക്കാലമായതോടെ വ്യാജ മദ്യം വിപണിയിൽ സുലഭമാണെന്ന ആക്ഷേപങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് മാലിന്യമടങ്ങിയ മദ്യം വിൽക്കപ്പെടുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ ശക്തിയും ഐക്യവും വിളിച്ചോതി കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം ജില്ലാ ക്യാമ്പ് നടത്തി. കുറവലങ്ങാട് നാഷണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. രാഷ്ട്രീയ ശക്തി വിളിച്ചോതിയായിരുന്നു കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ ക്യാമ്പ് കുറവലങ്ങാട് ആതിഥ്യമരുളിയത്. രാവിലെ 9:30 ആരംഭിച്ച ക്യാമ്പ് വൈകുന്നേരം 5:30 സമാപിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സോണി തോമസ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ചെയർമാനും മുൻ MPയുമായ അഡ്വക്കേറ്റ് PC തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ചന്ദ്രശേഖരൻ മാമലശ്ശേരി, പാർട്ടി ജനറൽ സെക്രട്ടറി മുൻ MLAയുമായ സ്റ്റീഫൻ ജോർജ്, ജനറൽ സെക്രട്ടറി പ്രൊഫസർ അരവിന്ദാക്ഷൻ പിള്ള, ട്രഷറർ TO എബ്രാഹിം, ബോബൻ കോയിപ്പള്ളി, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ചാഴികാടൻ, ഡോക്ടർ ഷാജി കടമന, അഡ്വക്കേറ്റ് രാജ്മോഹൻ ആർ പിള്ള എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിച്ചു. വിവിധ വിഷയങ്ങളെ അധികരിച്ച് പാർട്ടി വർക്കിംഗ് ചെയർമാൻ സ്കറിയ തോമസ്, പാർട്ടി ചെയർമാൻ PC തോമസ്, പാർട്ടി ജനറൽ സെക്രട്ടറി തോമസ് കുന്നപ്പള്ളി എന്നിവർ ക്ലാസുകൾ നയിച്ചു. പോഷക സംഘടനയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് ജെയ്സൺ ജോർജ്, യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ വെട്ടിക്കാട്ട്, വനിതാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അന്നമ്മ ജോൺ, കർഷക യൂണിയന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രാജു മായാലിൽ, KTUCയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് KJ ജോസഫ്, സജി ചമ്പേട്ട് എന്നിവർ ക്ലാസുകൾ നയിച്ചു. KSCയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റ് ശരത് മോഹൻ ക്ലാസ് നയിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ബേബിച്ചൻ പനങ്കുഴ സ്വാഗതം ആശംസിച്ചു. സമാപന സമ്മേളനം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ മുൻ മന്ത്രിയുമായ V സുരേന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. പാർട്ടി കടുത്തൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് അരിയത്ത് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പാർട്ടി സെക്രട്ടറി ജനറൽ ജോർജ് സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. പാർട്ടി കുറവലങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ കണ്ണംകുളം കൃതജ്ഞത അർപ്പിച്ചു. പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ബേബിച്ചൻ പനങ്കുഴ, പാർട്ടി നേതാവ് ജോസ് കോയിക്കൽ, മണ്ഡലം പ്രസിഡന്റ് ജോമോൻ, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ഭാരവാഹി സിവിൽസൺ കണ്ണന്തല തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കോൺഗ്രസ് സിന്ദാബാദ്, തോമസ് സിന്ദാബാദ്, PC തോമസ് സിന്ദാബാദ്, കറിയ തോമസ് സിന്ദാബാദ്, കറിയ തോമസ് സിന്ദാബാദ്. PC ചാക്കോ സ്മരണകളിൽ 64 ഏടുകളിൽ രവിയെടുത്തൊരു പ്രസ്ഥാനം, കേരള കോൺഗ്രസ് പ്രസ്ഥാനം, അരനൂറ്റാണ്ടിലടുക്കുമ്പോൾ അലകടലായി മാറിയില്ലേ. കുറവലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിൽ ഒടിഞ്ഞ മയിൽക്കുറ്റി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നു. പലകുറി റീടാറിംഗ് നടന്നിട്ടും ഒടിഞ്ഞ മയിൽക്കുറ്റിയും കഷണവും മാറ്റാൻ നടപടിയുണ്ടായില്ല. ഗതാഗത തിരക്കേറിയ MC റോഡിൽ കുറവലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിലാണ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തും വിധം ഒടിഞ്ഞ മയിൽക്കുറ്റി സ്ഥിതി ചെയ്യുന്നത്. ഏറെ തിരക്കേറിയ MC റോഡും വൈക്കംപാല റോഡും സന്ധിക്കുന്ന ജംഗ്ഷന് സമീപമാണ് മയിൽക്കുറ്റി ഒടിഞ്ഞ നിലയിൽ കൊഴിഞ്ഞ പല്ലുപോലെ നിൽക്കുന്നത് എന്നത് വാഹനങ്ങൾക്ക് ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല.
ഓരോ ദിവസവും ഇവിടെ മുൻപോട്ടും പിൻപോട്ടും എടുക്കുന്ന വാഹനങ്ങൾ ഇടിച്ച് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് സാധാരണമായിരിക്കുകയാണ്. മയിൽക്കുറ്റിയുടെ ഒരു ഭാഗം ടാറിങ്ങിൽ പൂർണ്ണമായും താഴെയായി എങ്കിലും പകുതി ഒടിഞ്ഞ മയിൽക്കുറ്റിയുടെ അര അടിയോളം ടാറിങ്ങിന് മുകളിൽ നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. മയിൽക്കുറ്റിയുടെ കഷണത്തിൽ തട്ടി കാൽനട യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും സാധാരണ സംഭവമായിരിക്കുകയാണ്. മയിൽക്കുറ്റി പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനോ പുതിയവ സ്ഥാപിച്ച് വഴിയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി ഒഴിവാക്കുന്നതിനോ അധികൃതർ തയ്യാറാവണമെന്നാണ് ആവശ്യം ശക്തമായിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മോൻസ് ജോസഫ് MLA. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും പെൻഷനുകളും സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഉറപ്പു നൽകിയിട്ടുള്ളതായും മോൻസ് ജോസഫ് MLA വ്യക്തമാക്കി. നിലവിലുള്ള സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള യാതൊരു ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നതെന്നും ഇക്കാര്യം മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. പങ്കാളിത്ത പെൻഷനെക്കുറിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മോൻസ് ജോസഫ്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MB മനോജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മോഹനചന്ദ്രൻ, KSRTC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി വല്ലൂത്തറ, പെറ്റി കോൺട്രാക്ടേഴ്സ് ആൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MD സത്യൻ, കോൺഫെഡറേഷൻ ഭാരവാഹികളായ VP പ്രഭു, KP സുനിൽകുമാർ, K സുരേഷ് കുമാർ, TR ശശികുമാർ, M ജയകൃഷ്ണൻ, CV കുര്യാച്ചൻ, P ജയറാം എന്നിവർ പ്രസംഗിച്ചു. വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ വൈക്കം ഡിവിഷൻ തല സമ്മേളനത്തിലാണ് പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച ആശങ്ക വേണ്ടെന്ന നിലപാട് മോൻസ് ജോസഫ് മുമ്പോട്ട് വച്ചത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ നിലവിലുള്ള പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ ഒരുവിധ കോട്ടവും തട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തയ്യാറാവില്ലെന്ന് ജീവനക്കാർക്ക് ഉറപ്പു നൽകിയിട്ടുള്ളതായും മോൻസ് ജോസഫ് MLA സമ്മേളനത്തിൽ വ്യക്തമാക്കി. ധനകാര്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾക്കും ജീവനക്കാർക്കും ഒരുവിധ കോട്ടവും തട്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതായും മോൻസ് ജോസഫ് സംഗമം ഉദ്ഘാടനത്തിൽ വ്യക്തമാക്കി. ഇടവേള.